നമസ്കാരം. പരാജയങ്ങൾ എത്ര കടുത്തതായാലും അത് ഭരണകൂടത്തിന്റെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ വീഴ്ചയായി അംഗീകരിക്കാൻ ചൈനയിലായാലും ഇന്ത്യയിലായാലും സഖാക്കൾക്ക് എന്നും മടിയാണ്. ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വിധം 48 ടീമുകളുമായി ആവേശം കൊടുമുടി കയറുമ്പോൾ 140 കോടി ജനങ്ങളുള്ള ഏഷ്യൻ വൻശക്തിയായ ചൈനയ്ക്ക് മാത്രം ഈ മഹാമേളയിൽ സ്ഥാനമില്ലെന്ന യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഒരു ഫുട്ബോൾ സൂപ്പർ പവർ ആകാൻ കഴിഞ്ഞ 10 വർഷമായി ചൈന ഒഴുക്കിയ കോടിക്കണക്കിന് രൂപയും ആസൂത്രണങ്ങളും വെറും ജലരേഖയായി മാറിയ നാണക്കേട് മറയ്ക്കാൻ ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ ഗ്ലോബൽ ടൈംസ് ഇപ്പോൾ വിചിത്രമായ ന്യായീകരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കനത്ത നിയന്ത്രണങ്ങളും സുരക്ഷാ ഭീതിയും കൊണ്ട് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശ്വാസം മുട്ടിക്കുന്ന ഷീ ജിൻപിങ്ങിന്റെ നയങ്ങൾ മാറാത്തിടത്തോളം കാലം ചൈനയ്ക്ക് ലോകകപ്പ് എന്നതൊരു മരീചികയെ തന്നെ തുടരുമെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പല ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചത് ചൈനയാണെന്നും അതിനാൽ ഈ ലോകകപ്പിലെ ആഫ്രിക്കൻ ടീമുകളുടെ വമ്പൻ വിജയത്തിന് പിന്നിൽ ചൈനയുടെ കൈകളാണെന്നുമാണ് ബീജിംഗിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ പുതിയ കണ്ടുപിടുത്തം. ഇതുകൂടാതെ ഫുട്ബോൾ അത്ര പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും ചൈനക്കാർക്ക് ലോകകപ്പ് കാണുന്നതിനേക്കാൾ മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അവർ എഴുതി പിടിപ്പിക്കുന്നു. എന്നാൽ യോഗ്യതാ റൗണ്ടിൽ തങ്ങളുടെ കടുത്ത ശത്രുക്കളായ ജപ്പാനോട് എതിരില്ലാത്ത 7 ഗോളുകൾക്ക് ചൈന തോറ്റമ്പിയ ദേശീയ നാണക്കേടിനെ മൂടിവെക്കാൻ ഇത്തരം തരം താണ ക്യാപ്സൂളുകൾക്ക് കഴിയില്ലെന്നാണ് കായികലോകം ചൂണ്ടിക്കാണിക്കുന്നത്. 2015 ഷീ ജിൻപിങ് ചൈനീസ് ഫുട്ബോൾ പരിഷ്കരണ വികസന പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ 81ാം റാങ്കിലുണ്ടായിരുന്ന ചൈന ഇപ്പോൾ 91ലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. കളിക്കളത്തിൽ ചൈന ലോകോത്തരമായില്ലെങ്കിലും അഴിമതിയുടെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ചട്ടക്കൂടുകൾക്ക് കീഴിൽ അവർ റെക്കോർഡിട്ടു. ചൈനീസ് ഫുട്ബോൾ അസോസിയേഷനെ തന്നെ വിഴുങ്ങിയ അഴിമതിയിൽ താരങ്ങളും പരിശീലകരും റഫറിമാരും വരെ അകത്തായി. മുൻ ദേശീയ ടീം പരിശീലകനും എവർട്ടൺ താരവുമായിരുന്ന ലീച്ചി ഉൾപ്പെടെ 73 പ്രമുഖരെയാണ് ഒത്തുകളിക്കും ചൂതാട്ടത്തിനും അടുത്തിടെ ചൈന വിലക്കിയത്. ഈ വർഷം ഏപ്രിലിൽ ചൈനീസ് സൂപ്പർ ലീഗ് ആരംഭിക്കുമ്പോൾ തന്നെ അഴിമതിയുടെ പേരിൽ പോയിന്റ് ദണ്ഡനം ലഭിച്ച 9 ടീമുകളാണ് നെഗറ്റീവ് പോയിന്റോടെ കളി തുടങ്ങിയത്. ഇത്തവണത്തെ ലോകകപ്പിൽ ചൈനയുടെ സാന്നിധ്യം എന്ന് പറയാൻ ആകെയുള്ളത് കാർഡുകൾ വാരിയെറിയുന്നതിൽ ബിരുദനായ കാർഡ് മാസ്റ്റർ റെഫറി മാനിങ്ങും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ലാബൂബു എന്ന കളിപ്പാട്ടവും മാത്രമാണ്. തങ്ങളുടെ കൽക്കരി ഉരുക്കുൽപാദനം വർദ്ധിപ്പിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുകളിൽ നിന്നുള്ള കൽപ്പനകൾ വഴി ഫുട്ബോളിലും വിപ്ലവം സൃഷ്ടിക്കാമെന്ന ഷീ ജിൻപിങ്ങിന്റെ അമിത ആത്മവിശ്വാസമാണ് ഈ തകർച്ചയ്ക്ക് കാരണം. പാർട്ടിയുടെ പ്രീതിക്കായി ചൈനീസ് കമ്പനികൾ കോടികളാണ് ഫുട്ബോളിലേക്ക് ഒഴുക്കിയത്. വിദേശ താരങ്ങൾക്ക് പ്രതിവർഷം 30 മില്യൺ പൗണ്ട് വരെ ശമ്പളം നൽകി. വിഖ്യാത പരിശീലകൻ മാർസലോ ലിപ്പിയെ പ്രതിവർഷം 20 മില്യൺ പൗണ്ട് ശമ്പളത്തിൽ ചൈന ദേശീയ കോച്ചാക്കി. ഫിഫയുടെ കണക്കനുസരിച്ച് 2011-20 കാലയളവിൽ ചൈനീസ് ക്ലബ്ബുകൾ വിദേശ താരങ്ങളെ വാങ്ങാൻ മാത്രം 1.27 ബില്യൺ പൗണ്ട് ചെലവഴിച്ചു. മാഞ്ചസ്റ്റർ സിറ്റി, സൗത്താംപ്ടൺ, ആസ്റ്റൺ വില്ല, AC മിലാൻ, ഇന്റർ മിലാൻ തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ ക്ലബ്ബുകളുടെ ഓഹരികൾ ചൈനീസ് നിക്ഷേപകർ വാരിക്കൂട്ടി. വൻകിട റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ എവർഗ്രാൻഡെ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം ഗാങ്ഷുവിൽ നിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ വിപണിയെയും കോച്ചുകളെയും വിലക്കെടുത്ത ചൈനയ്ക്ക് കളിക്കളത്തിൽ ക്രിയാത്മകമായുള്ള 11 കളിക്കാരെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ എവർഗ്രാൻഡെ കമ്പനി കടക്കണിയിലായി പാപ്പരാവുകയും ചെയ്തു. തോൽവികൾ പാർട്ടി നയങ്ങളുടെ തകർച്ചയായി വിലയിരുത്തപ്പെടുമെന്ന ഭയമാണിപ്പോൾ ന്യായീകരണ ക്യാപ്സൂളുകളുമായി രംഗത്തിറങ്ങാൻ ചൈനീസ് കേന്ദ്രങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ചൈനയുടെ പരാജയത്തിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കടുംപിടുത്തങ്ങളും ചില സാമൂഹിക വ്യവസ്ഥിതികളുമാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോഴും കേരളത്തിൽ മാത്രമല്ല അങ്ങ് ചൈനയിലും സഖാക്കൾ ക്യാപ്സൂളുകൾ നിരത്തി പാർട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള അതിതീവ്രമായ ശ്രമത്തിലാണ്.